പ്രൈസ് ദി ലോർഡ്. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, സകലത്തിൻ്റെയും ഉടയവനും സൃഷ്ടാവുമായ ദൈവത്തിന് ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യം കൊടുത്തുകൊണ്ട് തിരക്കേറി തങ്ങളുടെ ജീവിതത്തിനിടയിലും സുവിശേഷ വേലയിൽ വ്യാപൃതരായിരിക്കുന്ന മിഷണറി കുടുംബങ്ങളെ പരിചയപ്പെടുത്തുന്ന AFC അറ്റ്ലാന്റ കമ്മ്യൂണിറ്റിയുടെ എൻകൗണ്ടർ ആൻഡ് ജേർണി എന്ന ശുശ്രൂഷയുടെ 4ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് എൻകൗണ്ടർ ആൻഡ് ജേർണിയുടെ ഭാഗമായിരിക്കുന്നത് ജെയ്സന്റെയും ലിൻഡിയുടെയും കുടുംബമാണ്. തങ്ങൾക്ക് ദൈവം ദാനമായി നൽകിയ കഴിവുകളെ നിറവുകളാക്കി ദൈവത്തിന് നൽകിക്കൊണ്ട് തീക്ഷ്ണമായി സുവിശേഷ വേലയിൽ പ്രവർത്തിക്കുന്ന യങ് കപ്പിൾസാണ് ജെയ്സനും ലിൻഡയും. നമുക്കവരെ പരിചയപ്പെടാം. ജെയ്സൺ ലിൻഡ, എൻകൗണ്ടർ ആൻഡ് ജേർണിയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്താമോ? താങ്ക് യു ചേച്ചി. എൻ്റെ പേര് ജെയ്സൺ, ഇതെൻ്റെ പേര് ലിൻഡ. ഞങ്ങൾക്ക് 3 മക്കളാണുള്ളത്. ജാക്കോസ്, ജെറമയ, ജിയാനിക. ഞങ്ങളവരെ ചാക്കോച്ചി, കരയച്ചി, അനക്കുടി എന്ന് വിളിക്കുന്നു. ഞങ്ങൾ അമേരിക്കയിലെത്തിയിട്ട് 12-13 വർഷമായി. ഞങ്ങൾ രണ്ടുപേരും IT ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ രണ്ടുപേരും AFC അറ്റ്ലാന്റയിൽ സജീവ പ്രവർത്തകരാണ്. ഞാൻ പ്രധാനമായും അനോയിൻറ്റിങ് ഫെയർ റിസർച്ച് സെൻ്ററും AFC അറ്റ്ലാന്റയിൽ ചേർന്നുള്ള എല്ലാ ഇവൻറ്റ്സും കോർഡിനേഷൻ ചേർന്ന് പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ ഔട്ട്റീച്ച് മിനിസ്ട്രിയിൽ ശുശ്രൂഷ ചെയ്യുന്നു. ഞാൻ കൂടുതലായിട്ടും മീഡിയ മിനിസ്ട്രിയിലും ചിൽഡ്രൻസ് മിനിസ്ട്രിയിലാണ് ശുശ്രൂഷ ചെയ്യുന്നത്. അതുപോലെ തന്നെ അനോയിൻറ്റിങ് ഫെയർ ഇന്റർസെഷൻ സെന്ററിൽ പ്രോഗ്രാംസ് നടക്കുമ്പോൾ ഓൾട്ടർ സെറ്റ് ചെയ്യാനും ഡെക്കറേഷൻസ് കോർഡിനേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാറുണ്ട്. താങ്ക് യു ഫോർ ദ ക്വിക്ക് ഇൻട്രഡക്ഷൻ. ജെയ്സൺ ലിൻഡ, നിങ്ങൾ AFC അറ്റ്ലാന്റ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായത് എങ്ങനെയാണെന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാമോ? അറിയാലോ ചേച്ചി, ഞങ്ങൾ കാലിഫോർണിയയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. 2017 ഓഗസ്റ്റിൽ ജോലിയുടെ ഭാഗമായി ട്രാൻസ്ഫറായി അറ്റ്ലാന്റയിലേക്ക് വന്നതാണ്. ആ സമയം എൻ്റെ ചേട്ടൻ ജോഷൻ ഇവിടെ ഉണ്ടായിരുന്നു. ജോഷൻ അനോയിൻറ്റിങ് ഫെയർ കാത്തലിക് മിനിസ്ട്രിയുടെ ഫ്രൈഡേ പ്രയറിനെ കുറിച്ച് ഞങ്ങളോട് സംസാരിച്ചു. ജോലിയുടെ ക്ഷീണം തിരക്കും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ 1-2 പ്രാവശ്യം പോയി നോക്കി, ഇഷ്ടപ്പെട്ടു. ലിൻഡയോട് അതിനെക്കുറിച്ച് സംസാരിച്ചു. ജോഷൻ ചേട്ടനും ജെയ്സനും ഒക്കെ ഈ പ്രയർ സർവീസിനെ പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം കുറച്ച് മടിയായിരുന്നു പോകാനായിട്ട്. കാരണം ഒട്ടും പരിചയമില്ലാത്ത ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിള്, എങ്ങനത്തെ പ്രയർ ആണെന്ന് അറിയില്ല. എന്നാലും ജെയ്സൺ പോയിട്ട് നല്ല പ്രയർ ആണെന്ന് പറഞ്ഞ കാരണം കൊണ്ട് പോയി നോക്കാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ 2018 ഫെബ്രുവരിയിലാണ് ഞങ്ങൾ ഫാമിലി ആയിട്ട് ആദ്യമായിട്ട് അനോയിൻറ്റിങ് ഫെയർ കാത്തലിക് മിനിസ്ട്രിയുടെ ഫ്രൈഡേ പ്രയർ സർവീസിന് ഞങ്ങൾ അറ്റൻഡ് ചെയ്തത്. ഞാൻ അറ്റൻഡ് ചെയ്ത ഫസ്റ്റ് പ്രയർ സർവീസിൽ തന്നെ എനിക്ക് വലിയൊരു അനുഭവം ഉണ്ടായി. ഞങ്ങൾ അന്ന് പ്രയർ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് ടുവേഴ്സ് ദ എൻഡ് അവിടെ പ്രാർത്ഥിച്ച് കിട്ടിയ മെസ്സേജസ് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഒരു മെസ്സേജ് ഇങ്ങനെയായിരുന്നു: ഗോഡ് ഈസ് ടച്ചിങ് എ പേഴ്സൺ വിത്ത് ബ്ലീഡിങ് ഇഷ്യൂസ്. അത് കേട്ടപ്പോൾ ഞാൻ ശരിക്കും ഷോക്ക്ഡ് ആയിപ്പോയി. കാരണം ആ സമയത്ത് എനിക്കൊരു ബ്ലീഡിങ് ഇഷ്യൂ ഉണ്ടായിരുന്നു. 1-2 മാസമായിട്ട് എനിക്ക് ആ ഒരു ബ്ലീഡിങ് ഇഷ്യൂ ഞാൻ ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ പ്രയർ സർവീസിന് പോകുന്ന 2 ആഴ്ച മുൻപ് എനിക്ക് ആ ഇഷ്യൂ കുറച്ച് സിവിയറായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ ഈ പ്രയർ സർവീസിൽ ഇങ്ങനെ ഒരു മെസ്സേജ് കേൾക്കുന്നത്. അപ്പോൾ അത് കേട്ടപ്പോൾ ശരിക്കും സർപ്രൈസ്ഡ് ആയി. അത് എനിക്കായിരിക്കുമോ എന്നൊക്കെ ചിന്തിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ടു അവർ സർപ്രൈസ് അന്ന് നൈറ്റ് തൊട്ട് എനിക്ക് പിന്നെ ബ്ലീഡ് ചെയ്തിട്ടില്ല. അത് എനിക്ക് വലിയൊരു അനുഭവമായി. എനിക്ക് ഇങ്ങനത്തെ പ്രയർ സർവീസിലുള്ള വിശ്വാസം വർദ്ധിക്കാനായിട്ട് അത് ഇടയാക്കി. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഫ്രൈഡേ ഉള്ള പ്രയർ സർവീസിന് അറ്റൻഡ് ചെയ്ത് തുടങ്ങി. ഫ്രൈഡേ ഈവനിങ് പ്രയറോടൊപ്പം തന്നെ മന്ത്ലിയുള്ള AFCM നൈറ്റ് വിജിലും ഞങ്ങൾ പങ്കെടുക്കാൻ തുടങ്ങി. അതും വളരെ വലിയൊരു അനുഭവമായിരുന്നു. അങ്ങനെ ഈ 2 അനുഭവങ്ങളും ഞങ്ങൾ വീണ്ടും വീണ്ടും ഈ AFCMന്റെ പ്രയർ സർവീസുകളിലേക്ക് പോകാനായിട്ട് ഞങ്ങളത് പ്രേരിപ്പിച്ചു. അതുപോലെ തന്നെ എല്ലാവരും സുവിശേഷ വേലയ്ക്ക് അതിനുള്ള ഉത്തരവാദിത്തം ഉണ്ടെന്നുള്ള ഒരു ബോധ്യം ഞങ്ങൾക്ക് മിനിസ്ട്രിയിലൂടെ ലഭിച്ചു. അങ്ങനെ ഞങ്ങൾ മിനിസ്ട്രിയിൽ ആക്റ്റീവായി കമ്മിറ്റ്മെന്റ് എടുത്ത് സർവീസ് ചെയ്യാനായിട്ട് ആരംഭിച്ചു. ഈ ചെറിയ പ്രാർത്ഥനാ കൂട്ടായ്മയിലൂടെ നിങ്ങൾക്കുണ്ടായ ദൈവിക ഇടപെടലിനെ കുറിച്ചും അതിലൂടെ നിങ്ങൾ ദൈവ ശുശ്രൂഷയിലേക്ക് വന്നതിനെ കുറിച്ചും കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ജെറമിയ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 11-ാം വാക്യം ഇങ്ങനെ പറയുന്നു: നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതിയല്ല, ക്ഷേമത്തിനുള്ള പദ്ധതി, നിങ്ങൾക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. നിങ്ങളുടെ അറ്റ്ലാന്റയിലേക്കുള്ള ട്രാൻസ്ഫറും നിങ്ങളുടെ സൗഖ്യാനുഭവവും ഒക്കെ നിങ്ങളെ ദൈവിക ശുശ്രൂഷയിൽ പങ്കാരാക്കാനുള്ള ദൈവിക പദ്ധതിയായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ നിങ്ങൾ ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് നിങ്ങളെ എങ്ങനെ വിശ്വാസത്തിൽ കൂടുതൽ ആഴപ്പെടുത്തിയെന്നും അല്ലെങ്കിൽ ആത്മീയമായിട്ട് വളരുവാൻ എങ്ങനെ സഹായിച്ചുവെന്നും ഒന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാമോ? ഈ കൂട്ടായ്മയുടെ ഭാഗമായി മാറിയതിനു ശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങളുണ്ടായി. പ്രത്യേകിച്ച് കൗദാശിക ജീവിതത്തിലും പ്രാർത്ഥനാ ജീവിതത്തിലും വളരാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഞങ്ങൾ ഈ അമേരിക്കയിൽ ജോലി കിട്ടി വന്നതിന് ശേഷം ഞങ്ങൾ ഞായറാഴ്ച കുർബാനകൾ മുടങ്ങാതെ പോകാനായിട്ട് ശ്രമിക്കുന്ന ആളുകളായിരുന്നു. അതിന് എത്ര എഫേർട്ട് ഇട്ടാലും ഞങ്ങൾ സൺഡേ ഹോളി മാസിന് പോയിരുന്നു. പക്ഷെ അതിൽ കൂടുതലൊന്നും
ആധ്യാത്മികമായിട്ട് വളരാനായിട്ട് ഞങ്ങൾ ശ്രമിച്ചിരുന്നുമില്ല. ഞങ്ങൾ അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് പോലുമില്ല. ഞങ്ങൾ ഈ മിനിസ്ട്രിയിൽ വന്നപ്പോൾ അന്ന് ഇവിടെ ഉണ്ടായിരുന്ന കോർ ഗ്രൂപ്പ് മെമ്പേഴ്സിനെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവരും ഞങ്ങളെ പോലെ തന്നെ ഇതേ ഇൻഡസ്ട്രിയിൽ രണ്ടുപേരും ജോലി ചെയ്യുന്നവര്, ഞങ്ങളേലും കൂടുതൽ ജീവിത തിരക്കുകളുള്ളവര്, ഞങ്ങളേലും കൂടുതൽ കുഞ്ഞുങ്ങളുള്ളവര്, പ്രാരാബ്ധമുള്ളവര്, അവരെല്ലാവരും കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി ദിവസേന വിശുദ്ധ കുർബാനയ്ക്ക് പോവാനും ഫ്രീക്വന്റ് ആയിട്ട് കുമ്പസാരിക്കാനും ഒക്കെ ശ്രമിക്കുന്നത് കണ്ടപ്പോൾ അത് ഞങ്ങൾക്ക് ഒരു വലിയൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു. അങ്ങനെ ഞങ്ങളും അതുപോലെ തന്നെ കുറച്ച് എഫേർട്ട് ഇട്ടിട്ട് ഇതുപോലെ കാര്യങ്ങൾക്ക് പരിശ്രമിക്കാമെന്ന് തീരുമാനിച്ചു. ആദ്യം ഞങ്ങളുടെ ജോലിയുടെ ഇടയ്ക്ക് ലഞ്ച് സ്കിപ്പ് ചെയ്തിട്ട് ലഞ്ച് ടൈമിൽ ആണ് വിശുദ്ധ കുർബാനയ്ക്ക് പോയി തുടങ്ങിയത്. പിന്നീട് അത് സാധിക്കാതെ വന്നെങ്കിലും കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിലെ കാര്യങ്ങൾ ക്രമപ്പെടുത്തി തന്നു. ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്ന ദിവസങ്ങളിലെല്ലാം വിശുദ്ധ കുർബാനയ്ക്ക് പോവാനും 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാനും ദൈവത്തിന്റെ കൃപയാൽ സാധിക്കുന്നുണ്ട്. ദിവസേന വിശുദ്ധ കുർബാന അറ്റൻഡ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ കുറച്ചും കൂടി സമാധാനം ഫീൽ ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് തുടങ്ങി. ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ ടെൻഷൻ അടിക്കാതെ കുറച്ചും കൂടി ശാന്തമായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ കർത്താവ് നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടും എന്നുള്ളൊരു ബോധ്യവും അതിനുള്ളൊരു ധൈര്യവും ഞങ്ങൾക്ക് കൂടുതലായിട്ട് ലഭിച്ചു. അതോടൊപ്പം തന്നെ പ്രാർത്ഥനാ ജീവിതത്തിലും ഞങ്ങൾ കുറച്ചുകൂടി വളർന്നു. സ്വന്തം കാര്യത്തിന് വേണ്ടിയും നേരിട്ട് അറിയാവുന്ന ബന്ധുക്കാർക്ക് വേണ്ടിയും കൂട്ടുകാർക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് മധ്യസ്ഥ പ്രാർത്ഥന മേഖലയിലേക്ക് കർത്താവ് ഞങ്ങളെ കൈപിടിച്ചുയർത്തി. സഭയ്ക്ക് വേണ്ടിയും നമ്മുടെ മിനിസ്ട്രിയിൽ വരുന്ന ബാക്കിയുള്ള പ്രയർ അറ്റൻഡൻസിന് വേണ്ടിയും പ്രാർത്ഥിക്കാൻ ഞങ്ങളെ അനുവദിച്ചു. ഞങ്ങൾ കാലിഫോർണിയയിലായിരുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈൽ എന്നൊക്കെ പറയുന്നത്, ഞങ്ങൾ ഒരാഴ്ച ഹെക്ടിക് വർക്കായിരിക്കും ഞങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്യുന്ന കാരണം ടുവേഴ്സ് ദ എൻഡ് ഓഫ് ദ വീക്ക് ഞങ്ങൾ കൂടുതലും റിലാക്സ് ചെയ്യാനുള്ള കാര്യങ്ങളായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. സൺഡേ ആയാലും ഞങ്ങൾ വിശുദ്ധ കുർബാനയ്ക്ക് പോയി വന്ന ഷോപ്പിങ്ങിന് പോവും, അതുപോലെ തന്നെയുള്ള വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി കഴിയും. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഒരു ജീവിതചര്യ എന്ന് പറയുന്നത്. ഇവിടെ ഈ മിനിസ്ട്രിയിൽ വന്നു കഴിഞ്ഞപ്പോൾ കർത്താവിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ജീവിക്കേണ്ടതിൻ്റെ ഒരു ബോധ്യം ഞങ്ങൾക്ക് ലഭിച്ചു. അങ്ങനെ ഞങ്ങൾ അതനുസരിച്ച് ഞങ്ങളുടെ ജീവിതം ക്രമീകരിച്ചു. കർത്താവിനെ കൂടുതൽ സ്നേഹിക്കാനും കൂടുതൽ അറിയാനും പ്രാർത്ഥനയിൽ കൂടുതൽ വളരാനും അത് ഞങ്ങളെ സഹായിച്ചു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തിന്റെ പ്രയോറിറ്റി മാറി എന്നുള്ളതാണ് സത്യം. ഇപ്പൊ ഞങ്ങൾ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് കൂടുതലും പ്രയോറിറ്റി കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞങ്ങളുടെ ഫ്രൈഡേ ഈവനിങ് എന്ന് പറയുന്നത് ഞങ്ങൾ മുടങ്ങാതെ ഈ AFCMന്റെ പ്രയർ സർവീസിന് പോകും. അതുപോലെ തന്നെ സൺഡേ ഞങ്ങൾ ഷോപ്പിങ്ങിനൊന്നും പോവാതെ പൂർണ്ണമായിട്ടും കർത്താവിന്റെ കാര്യങ്ങൾക്കായിട്ട് മാറ്റിവെക്കും. കർത്താവിന്റെ ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കാനായിട്ട് ശ്രമിക്കും. അതുപോലെ തന്നെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകാനായിട്ട് ഞങ്ങൾ പരിശ്രമിക്കും. താങ്ക് യു ജെയ്സൺ ആൻഡ് ലിൻഡ. നിങ്ങളുടെ ദൈവാനുഭവം കിട്ടിയ വളരെ സന്തോഷം. നിങ്ങൾ കൂട്ടായ്മയുടെ ഭാഗമായതിനു ശേഷം നിങ്ങൾക്ക് ഡെയിലി മാസിന് പോകാനും വേണ്ടി ലഭിച്ച ഒരു വലിയ ദൈവാനുഗ്രഹമാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെയും ദൈവക്ക് അതിനുള്ള കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജെയ്സൺ ആൻഡ് ലിൻഡ, നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഒരു ദൈവാനുഭവം കൂടി പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാമോ? പറയല്ലേ ചേച്ചി, ഞങ്ങളുടെ ജീവിതത്തിൽ അനേക അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ഞങ്ങളുടെ 2ാമത്തെ മകൻ ജർമ്മയുടെ ജീവിതത്തിലെ അനുഭവം പറയാം. കറിയാച്ചീനെ ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് 5th മന്ത് അനാട്ടമി സ്കാനിന് പോയപ്പോൾ കറിയാച്ചിയുടെ ഹാർട്ടിൽ ഒരു വൈറ്റ് സ്പോട്ട് ഡിറ്റക്ട് ചെയ്തു. അത് EIF എന്നുള്ളൊരു കണ്ടീഷനായിരുന്നു. കണ്ടീഷനുള്ള കുട്ടികൾക്ക് നോർമൽ ഗ്രോത്ത് ഡിഫിക്കൽട്ട് ആണെന്ന് ഡോക്ടർ പറഞ്ഞു. അത് നോർമൽസീനെ ഇമ്പാക്ട് ചെയ്യുന്ന ഒരു കണ്ടീഷനായിരുന്നു. അപ്പം ഡോക്ടർ ഞങ്ങളെ സ്പെഷ്യലിസ്റ്റ് സ്കാനിങ്ങിന് റെഫർ ചെയ്തു. ഞങ്ങൾ പിന്നെ അതിനെപ്പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് അത് പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യണോ വേണ്ടേ എന്നുള്ള ഡിസിഷൻ എടുക്കാനാണ് അത് കൂടുതലും യൂസ് ചെയ്യുന്നത്. ട്രീറ്റ്മെൻ്റ് ആയിട്ട് ഒന്നും അവൈലബിൾ ആയിരുന്നില്ല. ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ എന്ത് കണ്ടീഷനായാലും കുഞ്ഞിനെ സ്വീകരിക്കുമെന്ന ഡിസിഷൻ ഡോക്ടറോട് പറഞ്ഞു. സ്പെഷ്യലിസ്റ്റ് സ്കാനിങ്ങിന് പോകുന്നില്ല എന്ന് പറഞ്ഞു. പകരം ഒരു നോർമൽ സ്കാൻ ചെയ്യാൻ പറ്റുമോ എന്ന് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഡോക്ടർ 32ാമത്തെ ആഴ്ചയാണ് പിന്നീട് സ്കാൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതനുസരിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞങ്ങളിത് അധികം ആളുകളുമായിട്ട് ഷെയർ ചെയ്തിരുന്നില്ല. എന്നാൽ ഞങ്ങളുടെ പ്രയർ ഗ്രൂപ്പിലെ ലീഡർ ജോബിച്ചേട്ടനായിട്ട് ഞങ്ങളൊന്ന് ഷെയർ ചെയ്തപ്പോൾ ജോബിച്ചേട്ടൻ പ്രാർത്ഥിച്ചിട്ട് കുഞ്ഞിന് വേണ്ടിയിട്ട് അനോയിൻറ്റിങ് ഓഫ് ദ 6 സാക്രമെന്റ് സ്വീകരിക്കാനായിട്ട് ഞങ്ങളോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ആദ്യം വിഷമമായിരുന്നു. കാരണം അനോയിൻറ്റിങ് ഓഫ് ദ 6 സാക്രമെന്റിനെ പറ്റി ഞങ്ങളുടെ അറിവ് പൂർണ്ണമായിരുന്നില്ല. അത് വളരെ ക്രിറ്റിക്കലായിട്ട് ഡെത്ത് ബെഡിൽ കിടക്കുമ്പോൾ സ്വീകരിക്കുന്ന ഒരു കൂദാശയായിട്ടാണ് ഞങ്ങൾ നാട്ടിലൊക്കെ വെച്ചുള്ള ഞങ്ങളുടെ അറിവ് കടന്നിരുന്നത്. പിന്നീട് ഞങ്ങൾക്ക് അതിനുള്ള കൂടുതൽ അറിവ് കിട്ടി. അത് രോഗികൾക്ക് സ്വീകരിക്കാമെന്നും പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ കണ്ടീഷന് വേണ്ടിയിട്ട് അമ്മമാർക്ക് സ്വീകരിക്കാമെന്നുള്ള ഒരു ബോധ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അതിനു വേണ്ടി ഒരുങ്ങി കുഞ്ഞിന് വേണ്ടിയിട്ട് അനോയിൻറ്റിങ് ഓഫ് ദ 6 സാക്രമെന്റ് സ്വീകരിച്ചു.
അതിനുശേഷമുള്ള ഒരു ഫ്രൈഡേ പ്രെയർ സർവീസിൽ ഞങ്ങൾക്കൊരു മെസ്സേജ് കിട്ടി, ഗോഡ് ഈസ് ടച്ചിങ് എ ബേബി ഇൻ ദ വൂംബ്. ഞങ്ങളത് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിച്ചു. നെക്സ്റ്റ് വീക്കായിരുന്നു പിന്നീടുള്ള സ്കാൻ പറഞ്ഞിരുന്നത്. ആ സ്കാനിന് പോയപ്പോൾ കറിയാച്ചിയുടെ ഹാർട്ടിൽ വൈറ്റ് സ്പോട്ട് ഒന്നും ഡിറ്റക്ട് ചെയ്തില്ല. ഹെൽത്തി ബേബിയാണെന്ന് ഡോക്ടർ സർട്ടിഫൈ ചെയ്തു. ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം കാണിച്ച ഈ കരുണയെ ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. മോനിപ്പോൾ 5 വയസ്സ് കഴിഞ്ഞു. ഹീസ് ഗോയിങ് ടു ബി 6 സൂൺ. നിങ്ങളുടെ ഈ ദൈവാനുഭവം വളരെ ടച്ചിങ് ആണ്. നിങ്ങളുടെ പ്രതിസന്ധി ഘട്ടത്തിൽ വിശ്വാസത്തിൽ ഉറച്ചു നിന്നപ്പോൾ കുഞ്ഞിന് സൗഖ്യം ലഭിച്ചു. മാതാപിതാക്കളുടെ വിശ്വാസത്തിലുള്ള പ്രാർത്ഥന മക്കൾക്ക് സൗഖ്യവും അനുഗ്രഹവും ഒക്കെ പ്രദാനം ചെയ്യുന്ന നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ടല്ലോ. നമുക്കിനി ഒരു പ്രാർത്ഥനയോടുകൂടി കൺക്ലൂഡ് ചെയ്യാം. ഞങ്ങൾക്ക് ഈ ഒരു അവസരം തന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, ഞങ്ങൾ ഈ മിനിസ്ട്രിയിലേക്ക് കൂട്ടിച്ചേർത്തതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും അങ്ങ് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, ഞങ്ങളുടെ ചുറ്റുപാടും ഞങ്ങളെപ്പോലെ തന്നെ ജീവിതത്തിൻ്റെ തിരക്കുകളിൽ പെട്ട് കൗദാശിക ജീവിതത്തിലും പ്രാർത്ഥനാ ജീവിതത്തിലും മാന്യം അനുഭവിക്കുന്ന അനേകരെ അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ, അവരുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒരു പുതിയൊരു തീക്ഷ്ണത, നവചൈതന്യം നൽകി അവരെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും അങ്ങേക്ക് പ്രഥമ സ്ഥാനം നൽകി ജീവിക്കുവാനുള്ള ബോധ്യവും അതിനുള്ള കൃപാവരവും ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, ജെയ്സന്റെയും ലിൻഡയുടെയും ഈ ദൈവാനുഭവത്തിന് പങ്കുവയ്ക്കൽ നിങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധ കുർബാനയെ കൂടുതൽ സ്നേഹിക്കുവാനും കൗദാശിക ജീവിതത്തിൽ വളരുവാനും നിങ്ങൾക്ക് ലഭിച്ച ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻകൗണ്ടർ ആൻഡ് ജേർണിയുടെ അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടുന്നതുവരെ നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം. AFC അറ്റ്ലാന്റ കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. ബൈ ബൈ.